എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ നമ്മുടെ ചോപ്പൻ തലയൻ അവനിപ്പോ ഹീറോയുടെ നേർക്ക് കൈ നീട്ടി എന്റെ കൂടെ ഈ ഒരു മിഷനില് നീ ഉണ്ടാവോ? നമ്മളിൽ ഒരാളെയാണ് അവർ തട്ടിക്കൊണ്ടുപോയത്. ചപ്പർ തലയൻ അവനെ തിരികെ പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോ അതിന് ടോഡ്രോക്കിയും പറയും അവൻ പറയുന്നത് ശരിയാണ്, ഉറപ്പായിട്ടും നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും നമ്മളും ചെയ്യണം, എങ്കിലും മാത്രമേ വലിയൊരു അപകടത്തിന് മുൻപ് അവനെ രക്ഷിക്കാൻ കഴിയൂ. അപ്പൊ അത് കേട്ട് തവളപ്പെണ്ണ് പറയും, നിങ്ങൾ ഒരിക്കലും ഇതിന് പോവരുത്, നമ്മുടെ റൂൾസ് ആണ്, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും വില്ലന്മാരുമായിട്ട് യാതൊരു ഡിഫറൻസും ഇല്ല. മാത്രമല്ല നമ്മുടെ മാസ്റ്റേഴ്സ് അവര് കറക്റ്റായിട്ട് പോലീസ് ടീമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഇപ്പൊ ഒരു ടീം ഉണ്ടാക്കി ചപ്പറത്തലേനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഇടയില് നമ്മൾ പോയി അറ്റാക്ക് ചെയ്താ ഉറപ്പായിട്ടും എല്ലാം കൊളാവും. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ഇതിന് നിൽക്കരുതെന്ന് അവള് പറയും. അങ്ങനെ അവർ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയും ഇഞ്ചക്ഷൻ കൊടുക്കണം, അതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോകണം. അത് കേട്ട് എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് പോവും. അപ്പൊ ചോപ്പൻ തലേൻ അവൻ ഹീറോയോട് പറയും, ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിന് മുൻപിൽ വരും, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം, ഇല്ലെങ്കിൽ ഞങ്ങള് അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ നടന്നു പോവും. ചോപ്പനെ പറയുന്ന കാര്യം ഇപ്പൊ കണ്ണാടി പയ്യൻ അവൻ കറക്റ്റായിട്ട് കേൾക്കും. അപ്പൊ ഡോക്ടർ ടെൻഷനായിട്ട് ഇപ്പൊ ഹീറോയോട് പറയും, നീ ഇങ്ങനെ അടി വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും അധികകാലം നീ ഉണ്ടാവില്ല, നീ വരുന്ന സമയത്ത് നിന്റെ ബോൺസ് എല്ലാം തവിട് പൊടിയായിരുന്നു, അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഫൈറ്റുകള് മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഡോക്ടർ പറയും, ആക്ച്വലി നിന്റെ ഈ പവർ അത് ജന്മനാ കിട്ടിയതല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു പവർ ഉപയോഗിക്കുന്നത് വളരെ റിസ്ക് ആണ്. ഇതുപോലെ ഇനി ഒരു 3-4 ഫൈറ്റോടെ നീ നടത്തുകയാണെങ്കിൽ പിന്നെ നീ ഈ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവന്റെ എക്സ്റേ മുഴുവൻ ഹീറോയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കും. ഡോക്ടർ ഉടനെ അവനെ ചെക്കപ്പ് ചെയ്ത് ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യും. നിന്റെ ഒടിഞ്ഞ കൈക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ പാടില്ല, മാത്രമല്ല നിനക്കിപ്പോ ആവശ്യം നല്ല റെസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് ഇപ്പൊ ഹീറോയ്ക്ക് കൊടുക്കും. ഡോക്ടർ പറയും, നീ ജീവൻ രക്ഷിച്ച ആ ഒരു ചിന്ന പയ്യൻ അവൻ നിനക്ക് തരാനായി എനിക്ക് ഏൽപ്പിച്ച ലെറ്റർ ആണെന്ന് പറഞ്ഞ് ആ ലെറ്റർ കൊടുത്ത് ഇപ്പൊ പുറത്തേക്ക് പോവും. ഹീറോ ആ ലെറ്റർ വായിക്കും. അതിൽ നമ്മുടെ കൊട്ടപ്പയ്യൻ അവൻ സങ്കടത്തോടെ എഴുതും, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, പക്ഷെ നീ നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി എന്നെ രക്ഷിച്ചു, ദയവ് ചെയ്ത് എന്നോട് പിണക്കൊന്നും തോന്നരുത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെയാണ് നിന്റെ കിടുങ്ങാമണി അത് തല്ലി പൊട്ടിച്ചത്, എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൻ കത്ത് ചുരുക്കും. ഹീറോ ഉടനെ അവനെ ഡിസ്ചാർജ് ചെയ്ത കാര്യം ഇപ്പൊ വീട്ടിൽ വിളിച്ചു പറയും. പക്ഷെ 2 ദിവസത്തേക്ക് ഞാൻ US സ്കൂളിലായിരിക്കും, കാരണം വീട്ടിലേക്ക് വന്ന ന്യൂസ് റിപ്പോർട്ടേഴ്സ് എനിക്ക് സ്വൈര്യം തരില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പോലീസുകാര് സിറ്റിയിലെ സൂപ്പർ ഹീറോസിനെ ഓരോരുത്തരെയായിട്ട് സെലക്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ടോഡ്രോക്കി പയ്യയുടെ പപ്പ എൻഡവറിനെ, അതിനുശേഷം ജെനിസ്റ്റ്, ഷോട്ടൺ, ഗ്രാൻഡ് ടൊറീനോ, കണ്ടംപൂച്ച പെണ്ണ്, അങ്ങനെ എല്ലാവരും പോലീസ് ടീമിന്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ റെഡിയാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നൈറ്റ് ചോപ്പൻ തലേനും നമ്മുടെ ടോഡ്രോക്കിയും അവര് ഹോസ്പിറ്റലിലേക്ക് വന്ന് മോമോ പെണ്ണിനോട് ആ ഒരു റിസീവർ ചോദിക്കും. അവൾ ആദ്യം അത് കൊടുക്കാൻ തയ്യാറാവില്ല, പിന്നീട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോ തന്റെ ഫ്രണ്ടിനെ ഓർത്ത് അവളത് കൊടുക്കും. അവരുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ കണ്ണാടി പയ്യൻ അവൻ അവിടേക്ക് വന്ന് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ പോവരുത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയ വയലേഷനാണ്, അത് ഇതിലും വലിയ പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും അവരെ ഉപദേശിക്കാൻ തുടങ്ങും. അതിന് ഇസുക്ക് പയ്യൻ പറയും, എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ പോയി അവനെ രക്ഷിക്കുക തന്നെ ചെയ്യും. അത് കേട്ട് ടോഡ്രോക്കി അവന് കാലി കയറി കൈ ചുരുട്ടി ഒരു ഒറ്റ ഇട്ടി. അവൻ പറയും, നമ്മൾ വെറും സ്റ്റുഡൻസ് ആണ്, ഇപ്പോഴെങ്കിലും നിങ്ങളത് തിരിച്ചറിയണം, എന്റെ ചേട്ടനും ഇതുപോലെ തന്നെയായിരുന്നു, എടുത്തുചാട്ടം അവനെ മരണത്തിലേക്ക് എത്തിച്ചു, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അതിന് ചോപ്പൻ ടെൻഷനായിട്ട്, നീ കരുതുന്നത് പോലെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനല്ല, തന്ത്രപരമായി എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം, അതാണ് ഞങ്ങളുടെ പ്ലാൻ. അത് കേട്ട് കണ്ണാടി പയ്യൻ അവൻ ഒരുപാട് നേരം ആലോചിക്കും. അവസാനം അവൻ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കാണിക്കും. അവിടെയും സൂപ്പർ ഹീറോസ് അവരെല്ലാവരും ചേർന്ന് പുതിയൊരു ടീം തന്നെ ഉണ്ടാക്കി ചപ്രത്തലേനെ രക്ഷിക്കാൻ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ വില്ലന്മാരുടെ ഹൈഡ് ഔട്ടില് നമ്മുടെ ചപ്രത്തലേൻ അവൻ ഒരുപാട് കലിപ്പില് പല്ല് കടിച്ച് അങ്ങനെ വില്ലന്മാരെ നോക്കിയിരിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ടീംസ് അവരെ ട്രാക്കർ ഡിവൈസിന്റെ സഹായത്താല് ചപ്രത്തലേനുള്ള സ്ഥലം അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ടോഡ്രോക്ക് അവരിപ്പോ ഇസുക്ക് പയ്യനോട് അവൻ ഇടിച്ചതിൽ സോറി ചോദിക്കും. അതിന് നമ്മുടെ ആള് പറയും, അത് കുഴപ്പമില്ല, ഇതെനിക്ക് ശീലാണ്. അതിന് കണ്ണാടി പയ്യൻ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഫുൾ ടൈം ഞാൻ ഒബ്സർവ് ചെയ്യുമെന്ന്
അവനൊരു താക്കീത് കൊടുക്കും. അങ്ങനെ അവരെല്ലാവരും പ്ലാൻ ചെയ്ത് വീണ്ടും ഒരു ട്രെയിനിൽ കയറി ചപ്പർത്തലയനുള്ള യോക്ക സിറ്റി ലക്ഷ്യമാക്കി അങ്ങനെ പോവും. നമ്മുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് ഇപ്പൊ ഓരോരോ പ്ലാനുകള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. എങ്ങനെയെങ്കിലും വില്ലന്മാരുടെ കയ്യിൽ പെടാതെ ചപ്രത്തലേനെ അവനെ രക്ഷിക്കണം. ഇപ്പൊ നമ്മൾ പോയി അവനെ രക്ഷപ്പെടുത്തി തിരിച്ചെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. പക്ഷെ ഒരിക്കലും ഇത് ഇരു ചെവി അറിയാൻ പാടില്ല. മാസ്റ്റേഴ്സ് അറിഞ്ഞ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമാവുമെന്ന് ഇപ്പൊ ഇസുക്ക് പറയും. അപ്പൊ ടോഡറോക്കി എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ കണ്ട് അവനിപ്പോ ഓരോരുത്തരോടായിട്ട് ചോദിക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പേടിയുണ്ടോ? അവൻ ആദ്യം ഇപ്പൊ ചോപ്പനോട് ചോദിക്കും. അതിന് ചോപ്പൻ പറയും, ഈ കാര്യം ആദ്യം പറഞ്ഞത് തന്നെ ഞാനാണ്, അതുകൊണ്ട് ഞാനൊരിക്കലും പിന്നോട്ട് പോവില്ല. അടുത്തായിട്ട് ഇസുക്ക് പയ്യനോട് ചോദിക്കും. അവൻ പറയും, ചപ്പർത്തലേന് എന്നെ കണ്ണിന് നേരെ കണ്ടൂടാ, പക്ഷെ എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്. അവൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, അതുകൊണ്ട് ഒരിക്കലും അവന് വേണ്ടി ഞാൻ പിന്നോട്ടില്ല. അങ്ങനെ വീണ്ടും എല്ലാവരും ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ സിറ്റിയിലേക്ക് എത്തും. നമ്മുടെ ആൾക്കാർ സിറ്റി എത്തിയ ഉടനെ നമ്മുടെ ചോപ്പൻ തലേൻ അവൻ ചപ്പർത്തലേൻ എവിടെ എന്ന് വിളിച്ചു ചോദിച്ച് ആ സിറ്റി മുഴുവൻ ഇപ്പൊ ഓടി നടക്കുകയാണ്. അത് കണ്ട് മോമോ പെണ്ണ് അവന്റെ വാ പൊത്തിപ്പിടിക്കും. ഓൾറെഡി ആ വില്ലന്മാരെല്ലാവരും നമ്മളെ കണ്ടതാണ്, അതുകൊണ്ട് ആർക്കും മനസ്സിലാവാത്തതുപോലെ നമ്മുടെ ഗെറ്റപ്പ് മാറ്റണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് ഇപ്പൊ സിറ്റിയിലൂടെ മുൻപോട്ട് നടക്കും. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഒരു TV സ്ക്രീനില് ഇവരുടെ സ്കൂളിൽ നടന്ന ആ ഒരു ഫൈറ്റിനെ കുറിച്ച് വീണ്ടും ഇപ്പൊ റിപ്പോർട്ട് കാണിക്കാൻ തുടങ്ങും. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഇപ്പൊ US സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഒരുപാട് മോശമായിട്ട് സംസാരിക്കും. ഒരു ഉത്തരം പോലും കഴിയാനാവാതെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും അവർ തല താഴ്ത്തി അങ്ങനെ നിൽക്കും. പ്രിൻസിപ്പൾ പറയും, അവരെല്ലാവരും സ്റ്റുഡൻസിനെ ലക്ഷ്യമാക്കി മാത്രം വന്നതാണ്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവരെ തടയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ വാക്ക് തരുന്നു, ഇനി ഇത്തരത്തിലൊന്ന് ഒരിക്കലും ഞങ്ങളുടെ സ്കൂളില് സംഭവിക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഈ ന്യൂസ് റിപ്പോർട്ട് കണ്ട് ഇപ്പൊ വില്ലൻ അവൻ ചിരിക്കും. അപ്പൊ ആ പച്ചത്തലയും പറയും, ഇവരാരും സൂപ്പർ ഹീറോസ് അല്ല, കാരണം ഞങ്ങളുടെ ബോസ് ഹീറോ കില്ലർ അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴുള്ള സൂപ്പർ ഹീറോസ് അവരെല്ലാവരും കാശിനു വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും മാത്രമാണ് മറ്റുള്ളവരുടെ ജീവനും സ്വത്തും എല്ലാം സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഇവരും വില്ലന്മാര് തന്നെയാണ്. അങ്ങനെ വില്ലന്മാര് അവര് കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോ നമ്മുടെ ചപ്രത്തലയൻ അവൻ അതൊക്കെ കേട്ട് കലിപ്പ് കയറും. അവൻ വിളിച്ചു പറയും, എന്റെ ഈ പൂട്ട് അത് തുറന്നു വിട്, എനിക്ക് നിന്നോട് മുഖാമുഖം നോക്കി ചില കാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. അത് കേട്ട് ഡോമർ വില്ലൻ ഇപ്പൊ ചപ്രത്തലേന്റെ ലോക്ക് അത് അഴിക്കാൻ പറയും. അപ്പൊ മറ്റൊരു വില്ലൻ അവന്റെ ലോക്ക് അഴിച്ചു കൊടുക്കും. ഡോമർ വില്ലൻ നൈസായിട്ട് മാസ് ഡയലോഗ് ഒക്കെ അടിച്ച് ഇപ്പൊ അവന്റെ മുൻപിലേക്ക് വരും. അത് കണ്ട് ചപ്രത്തലേൻ അവൻ ചാടി എഴുന്നേറ്റ് ഡോമറിന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരിടി. ആ ഒരു ഇടിയില് ഡോമർ വില്ലൻ അവൻ കറങ്ങി അടിച്ചു വീഴും. അവന്റെ വീഴ്ച കണ്ട് ഇപ്പൊ ചപ്രത്തലേൻ പറയും, നീ എന്താ കരുതിയേ ഞാൻ നിന്നോട് കിന്നാരം പറയാൻ വരുമെന്നോ? ഞാനും ചിരിക്കുട്ടനെ പോലെ തന്നെയാണ്, ആരൊക്കെ വന്നാലും അവരെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേരിടും. അത് കേട്ട് ഡോമർ തലയൻ അവന്റെ വീണുപോയ കയ്യെ അതിലേക്ക് നോക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.